കഴിഞ്ഞ 5 വർഷക്കാലം കുണ്ട്രയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കുണ്ട്രയിൽ എജി അസോസിയേഷൻ നേതാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള കണ്ണൂർ നിസാർ, അധ്യാപക സംഘടനാ നേതാവ് മദിനിയ, കോ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് HM ഷെരീഫ്, മഹിളാ കോൺഗ്രസിനായി ഷൈജ നിസാർ, കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അബ്ദുൽ കലാം, ബഷീർ 148 നമ്പർ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. വലിയ ആവേശമാണ് ഈ സ്വീകരണ പര്യടന പരിപാടിയിൽ ഉടനീളം കാണുവാൻ കഴിയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം ദൃശ്യമാണ്. മാറ്റം പ്രകടമാണ്. കേരളത്തിലെ UDF അധികാരത്തിലേക്ക് അടുക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങൾ ഇവിടെ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. 5 വർഷക്കാലം നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് ഇതൊരു അവസരമല്ല, കാരണം നമുക്ക് എല്ലാ പോയിന്റിലും ആളുകൾ നമ്മളെ കാത്തിരിക്കുക. പിന്നെ ഞാൻ നിസാമുല്ലായിട്ട് രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ മാർക്കറ്റിന്റെ സൈഡിൽ ഫണ്ട് അനുവദിച്ചു. പക്ഷെ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ മുഴുവൻ എന്റെ ഒപ്പം നിന്നത്. എന്തിനായിരുന്നു അവർ നിന്നത്? ഈ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി ഉണ്ടാകുന്നു, അതിൽ നിന്നും വ്യാപാരികൾക്ക് സംരക്ഷണം വേണം. ഞാനത് അവർക്ക് വാക്കുകൊടുത്തു. ഇതല്പം നീണ്ടുപോയി. എന്തുകൊണ്ടാണ് നീണ്ടുപോയത്? വ്യാപാരികളെ കേട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചർച്ച നടത്തിയതിന് തെളിവുണ്ടെന്നാണ്. ഏതെങ്കിലും ഇവിടുത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നാളെ രാവിലെ 10 മണിക്ക് എന്റെ ഓഫീസിൽ വന്നാൽ അവിടെ നടത്തിയ എല്ലാ മീറ്റിംഗിലും തെളിവ് കൊടുക്കാം. അവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ട് ഞാൻ കൊടുക്കണമെങ്കിൽ എന്തായാലും മെഷീൻ നടക്കുകയല്ലേ, ഞാൻ അവിടെ കൊണ്ടുപോയി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഓഫീസിൽ ഞാൻ നടത്തിയ അവലോകന മീറ്റിങ്ങുകളുടെ മുഴുവൻ രേഖ കൊടുക്കാം. എന്റെ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ജുവലറി ഉടമ കട നഷ്ടപ്പെടുന്ന ഒരു സ്നേഹിതൻ അതേ ഒരു വിവരാവകാശം കൊടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മീറ്റിങ്ങുകളുടെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് വിശദമായി എന്റെ നേതൃത്വത്തിൽ നടന്ന യോഗങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് മിനിറ്റ്സിന്റെ പകർപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്റെ ഓഫീസിൽ വരുന്നതിന് വല്ല പ്രയാസവും കണ്ണൂരിലൂടെ CPMന്റെ സ്നേഹിതന്മാർക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു കെട്ട് ഫയൽ ഇരിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ MLA ആയി വന്നതിന് ശേഷം നടന്ന ഇടപെടലുകൾ, ഈ പദ്ധതി സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തുക കിഫ്ബിയിൽ നിന്നും ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ഞാന് അപ്പോൾ തന്നെ ഗവൺമെന്റിലേക്ക് കത്തെഴുതി. ആ കത്തിന്റെ പകർപ്പ് എന്റെ കയ്യിലുണ്ട്.